വിവരാവകാശ നിയമം പൂർണ്ണമായും പാലിക്കാതെ സംസ്ഥാന സർക്കാർ പുതിയതായി ആരംഭിച്ച വിവരാവകാശ പോർട്ടലിനെ കുറിച്ച് പരാതി. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വിവരാവകാശ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനും മറുപടി നൽകാനുമാണ് സർക്കാർ ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത്. എന്നാൽ പോർട്ടലിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ള സംവിധാനം ഇല്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ ആദ്യ അപ്പീൽ അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഓപ്ഷൻ ഇല്ല. 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ പേപ്പറിൽ എഴുതി വീണ്ടും അപേക്ഷ നൽകണം. സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഓൺലൈൻ ആകുന്ന കാലത്താണ് വിവരാവകാശ പോർട്ടലിലെ ഈ പോരായ്മ. എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കെ-സ്മാർട്ട് അവതരിപ്പിച്ചത്. പക്ഷേ അതേസമയം തന്നെ വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വിവരാവകാശ പോർട്ടൽ ആരംഭിച്ചിട്ടും അതിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ള സംവിധാനം ഇനിയും ക്രമീകരിക്കപ്പെടാത്തത്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് നമുക്ക് ആദ്യ അപേക്ഷ നൽകിയാലും 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ളതിന് കാലതാമസം നേരിടുന്നു. മാത്രമല്ല, ബന്ധപ്പെട്ട വകുപ്പുകളിലെ ആദ്യ അപ്പീൽ അധികാരി ആരാണെന്നോ അവരുടെ വ്യക്തമായ വിവരങ്ങളോ ഫോൺ നമ്പരോ ഒന്നും നൽകാൻ ഈ വിവരാവകാശ പോർട്ടൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുമൂലം നമുക്ക് ആദ്യ അപ്പീൽ നൽകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് വിവരാവകാശ അപേക്ഷകൾക്ക് ഓൺലൈൻ സംവിധാനം സർക്കാരുകൾ ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ പോർട്ടലിൽ അപ്പീൽ നൽകാനുള്ള സൗകര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിലെ ന്യൂനതകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ മിക്ക സേവനങ്ങളും ഓൺലൈനിലേക്ക് മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിവരാവകാശ പോർട്ടലിന്റെ ചില ന്യൂനതകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.